പൂർണ്ണചന്ദ്രനോടാണ് ഉപമിക്കുന്നത്. പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം ഉണർന്നിരിക്കുന്നവർക്ക് നന്മയെ ചെയ്യുന്ന പ്രകാശമാണ്. പൂർണ്ണചന്ദ്രനെ കേൾക്കുമ്പോൾ അറിയാതൊരു ആഹ്ലാദം മനസ്സിനൊക്കെ തോന്നും. നമ്മളറിയാതെ നോക്കിയിരിക്കും, അവൻ ആസ്വദിക്കും, എല്ലാം പറഞ്ഞില്ലപ്പോൾ നൃത്തം ചെയ്തെന്ന് വരും. കാരണം ഒരു രാത്രിയിൽ ഒരു പ്രകാശം കാണുക എന്ന് വെച്ചാൽ ഒരു ദാഹിച്ചതിന് വെള്ളം കിട്ടുന്ന പോലുള്ള ഒരു ആശ്വാസം തോന്നും. പൂർണ്ണചന്ദ്ര സമയത്ത് ഈ ഭൂമിയിലെ വെള്ളം വരെ പൊങ്ങുമെന്നാണ് ഏറ്റവും എന്ന് പറയും. കാന്തം പോലൊരു ആകർഷണം നമ്മുടെ മനസ്സിനെ ഒത്തിരിക്കുന്നതാണ്. ഭൗതികമായി പരം വേറെ കാഴ്ചപ്പാട് പലതും ഉണ്ടായിരിക്കാം. ഒരു രീതിയിൽ പറഞ്ഞാൽ പൂനിലാവ് എല്ലാവർക്കും ഒരു ആനന്ദം കൊടുക്കുന്നതാണ്. അതുപോലെയാണ് ഗുരു. സത്യദർശിയായ ഒരു ഗുരു ലോകത്തിന് മുഴുവൻ മംഗളം വരുത്തുന്നു. ഗുരുവിന് ആർക്കും എപ്പോഴും നന്മയും ശ്രേയസ്സും മാത്രമേ ഉണ്ടാവൂ. സൂര്യൻ ഉദിക്കുമ്പോൾ അന്ധകാരം മാറുന്നു. അതുപോലെ നമുക്ക് വിദ്യകൾ ഓതിത്തരുന്നവർ നമ്മുടെ ഉള്ളിലെ അജ്ഞതയുടെ അന്ധകാരം മാറ്റുന്നു. എന്നാൽ എല്ലാ വിദ്യകളും ശ്രേഷ്ഠമായൊരു വിദ്യയുണ്ട്, അതാണ് ആധ്യാത്മികവിദ്യ. വിദ്യകളിൽ ആധ്യാത്മികവിദ്യയാണ് ഞാനെന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ലോകവുമായി ബന്ധപ്പെട്ട അറിവെല്ലാം ദ്വന്ദ്വത്തിലുള്ള അറിവാണ്. എന്നാൽ തന്നിൽ താനായി വിളങ്ങുന്ന സത്യത്തെക്കുറിച്ചുള്ള വിദ്യയാണ് ആധ്യാത്മികവിദ്യ. അദ്വൈതമായ അറിവിലേക്ക് നമ്മൾ നയിക്കുന്ന ആളാണ് സദ്ഗുരു. സദ്ഗുരുവിനുള്ള ആദരവും ആരാധനയും എന്നും ശിഷ്യന് ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്കിലും വേദവ്യാസ മഹർഷിയുടെ ജന്മദിനം അവനുള്ള പ്രത്യേക ദിനമായി ഗുരുപൂർണിമയായി നമ്മൾ കൊണ്ടാടുന്നു. ഈശ്വരനും ഗുരുവും എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടല്ലോ. അപ്പം ബാഹ്യമായ ഗുരുവിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിക്കാറുണ്ട്. ഈശ്വരനും ഗുരുവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും ആ സാന്നിധ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലല്ല നമ്മളിപ്പോൾ നമ്മൾ ബഹിർമുഖമാണ്. ഉള്ളിലെ ഗുരു ഉണർന്നില്ല. ഉള്ളിലെ ഗുരു ഉണരുന്നത് വരെ ഒരു സാധകന് ബാഹ്യഗുരുവിൻ്റെ മാർഗദർശനം തീർത്തും ആവശ്യമാണ്. ഇപ്പോൾ താൻ ശരീരമാണെന്ന ബോധത്തിലാണ് ശിഷ്യനുള്ളത്. എന്നാൽ താൻ ആത്മാവാണെന്ന ബോധത്തിലേക്ക് ഉണരാനും അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ശിഷ്യൻ്റെ ഉള്ളിലെ അജ്ഞാനാന്ധകാരത്തെ മാറ്റുന്ന ആളാണ് സദ്ഗുരു. തെളിഞ്ഞു കത്തുന്ന ഒരു വിളക്ക് പോലെയാണ് ഗുരു. ശിഷ്യനിലെ അന്ധകാരം മാറണമെങ്കിൽ അവൻ്റെ ഉള്ളിലും വിളക്ക് കൊളുത്തേണ്ടതുണ്ട്. അവിടെയാണ് ഗുരുവാകുന്ന ദൈവത്തിൻ്റെ ആവശ്യം. സൂര്യപ്രകാശം എല്ലാവരുടെ ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വിളക്ക് കത്തിക്കണമെങ്കിൽ, അടുപ്പ് കത്തിക്കണമെങ്കിൽ ഒരു തീപ്പെട്ടിയുടെ ആവശ്യമുണ്ടല്ലേ, ഒരു മെഴുകുതിരിയുടെ ആവശ്യമുണ്ടല്ലേ. പിന്നെ ഇപ്പം പറയും ഇപ്പം ഗ്യാസ് അടുപ്പാണ്, തീപ്പെട്ടിയുടെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷെ അതിനകത്തൊരു കത്താനുള്ള തീപ്പൊരിയുണ്ട്, അതുകൊണ്ടാണ് കത്തുന്നത്. അത് അല്ലെങ്കിൽ തന്നെ അത് ഓൺ ചെയ്യാനൊരാൾ വേണമല്ലോ. ജനലിൽ കട്ടൻ കിടക്കുന്നതുകൊണ്ട് കട്ടിയുള്ള കട്ടനാണ് സൂര്യപ്രകാശകത്തേക്ക് വരില്ല. കട്ടൻ മാറ്റുക, ആ കട്ടൻ മാറ്റുമ്പോൾ സൂര്യപ്രകാശം കിട്ടുന്നു. അതുപോലെ ആ മറ മാറ്റുക, ശരീരമനോബുദ്ധിയിലെത്തുന്ന ആത്മാവിലേക്ക് തന്നിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. തന്നിലേക്ക് നോക്കുക. അകത്തൊരു കണ്ണാടിയുണ്ട്, അത് സദ്ഗുരുവാണ്. കണ്ണാടി പൊടി പിടിച്ചിരിക്കുകയാണ്. പുറത്തെ കണ്ണാടി പൊടി പിടിച്ച മുഖം കാണത്ത പോലെ ഉള്ള കണ്ണാടിയിലും മുഖം പിടിച്ചിരിക്കുകയാണ്. അത് തുടയ്ക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് മാറ്റുന്നു. അനസ്തേഷ്യ കൊടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ ഗുരു നമ്മളറിയാതെ തന്നെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നമ്മൾ നോക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നു. അതുപോലെയാണ് സദ്ഗുരുകൾ ചെയ്യുന്നത്. ഇങ്ങോട്ട് വരുന്ന ഒഴുക്കിൽ അങ്ങോട്ട് വെള്ളം പോവുകയാണെങ്കിൽ വളരെ സമയമെടുക്കും, എത്ര ശക്തി എടുക്കണം. അതുപോലെ സ്വയം പ്രയത്നിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയാണ്, അത്ര ശക്തി എടുക്കണം. ആപ്പിളിന് തണുപ്പ് സ്ഥലം വേണം, ഈത്തപ്പഴത്തിന് ചൂട് സ്ഥലം നമ്മൾ എപ്പോഴും പറയും. യോജിച്ചൊരു കാലാവസ്ഥ ഉണ്ടെങ്കിൽ പ്രയത്നം കുറച്ച് മതി, വളരെ നിറയെ കായ്ക്കുകയും ചെയ്യും. അതുപോലെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് നമുക്ക് തരും. കടലിനടുത്ത് നമ്മൾ ഒരു പേരാലുണ്ട്, അത് അമൃതവർഷത്തിന് മുമ്പേ വെച്ച്, അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാണ് അമൃതവർഷത്തിൻ്റെ പേരാൽ നട്ടത്.
പക്ഷേ ആ കടൽത്തീരത്ത് നിൽക്കുന്ന പേരാലും ഈ ആശ്രമത്തിന് കിഴക്കുവശത്ത് നിൽക്കുന്ന പേരാലും നോക്കിയാൽ എത്ര വ്യത്യാസമുണ്ട്. കടൽത്തീരത്ത് നിൽക്കുന്ന പേരാൽ ഒരു 5 അടി പൊക്കം പോലും ഇല്ല. കാരണം അത് ഉപ്പ് കാറ്റിന് ഒറ്റിനടുത്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ശരിക്കുള്ള വളർച്ച കിട്ടുന്നില്ല. മറ്റേത് അതിൻ്റെ 10 ഇരട്ടി 20 ഇരട്ടി വലിപ്പത്തിൽ വളർന്നു. ഉപ്പ് കാറ്റ് അത്ര അടിക്കാത്തത് കൊണ്ടാണ് അത് ശരിക്കും വളരുന്നത്. അതുപോലുള്ള ഒരു വ്യത്യാസം ഉണ്ടാകും സഗുണ സാമർത്ഥ്യത്തിലാകുമ്പോൾ.